ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് വെള്ളരിക്കായ കൊണ്ട് ഒരു കിച്ചടി വെക്കാം കേട്ടോ. അപ്പോൾ വെള്ളരിക്കായ ഞാനൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ തൊലി കളയാൻ നമുക്ക് അപ്പോൾ സൗകര്യമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളയുക. പിന്നെ വെള്ളരിക്കായ എടുക്കുമ്പോൾ നുറുക്കുമ്പോൾ ഒന്ന് ചെറിയൊരു കഷ്ണം നമുക്കൊന്ന് കടിച്ച് നോക്കിയിട്ട് കയ്പ്പില്ലാത്തത് വേണം എടുക്കണം വെച്ചെങ്കിൽ ചിലതിൻ്റെ കുരു കളഞ്ഞിട്ട് വെച്ചെങ്കിൽ കയ്പ്പ് പോവുകയും ചെയ്യും. ഇത് കഴിക്കണമൊന്നുമില്ല. അപ്പം നമുക്കിതൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ വെള്ളരിക്കായും അങ്ങനെ കഴിക്കൊന്നുമില്ല, ചിലത് കയ്പ്പുള്ളത് ഉണ്ടാവും. അപ്പോൾ ചിലതിൻ്റെ അതങ്ങനെ കുരു കളഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് കയ്പ്പ് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിച്ച് കുറേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം, അത്രേ വേണ്ടോ. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മറ്റേ തൊലിയുടെ ഒരു കഷ്ണം പെട്ടിട്ടുണ്ടോ ഒന്ന് എടുത്ത് കളയട്ടെ കേട്ടോ. പിന്നെ ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് അതിൻ്റെ എയർ ഞാൻ കളയും. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കായ നല്ല പോലെ ഒന്ന് വെന്തിട്ടുണ്ടാവും. ഞാനിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി, പിന്നെ ഒരു 15 പച്ചമുളകും, പിന്നെ ഈ ഒരു കയ്യിലുകൊണ്ട് ഞാൻ 2 കയ്യിലെ പുളിക്കാത്ത, അധികം പുളിയില്ലാത്തത് എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് പുളിയുണ്ട്, തൈരും ചേർത്തിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ച് വരണ്ടേ. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്കായ ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചതച്ചതാണ്, ക്രഷ് ചെയ്തെടുത്തതാണ്. നല്ലതുപോലെ പൊടിക്കൊന്നും വേണ്ട, ക്രഷ് ചെയ്തത് ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതൊന്നും അപ്പോഴേക്കും തിളക്കട്ടെ. ഇത് നല്ലതുപോലെ നോക്കി ഫൈനായിട്ട് അരച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ഞാനൊരു 15 എടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ എരിവ് വേണം വെച്ചെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എരിവിൻ്റെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കും. അപ്പോൾ ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ അതേ തൈര് തന്നെ ഈ കയ്യിലുകൊണ്ട് ഒരു 3 കയ്യിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അധികം പുളിയുള്ള തൈര് ഇതിലേക്ക് ആവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല പുളി പാടില്ല, അത്യാവശ്യത്തിന് പാകത്തിനുള്ള ഒരു പുളി, അത്ര ഒരു ഇത് മാത്രം മതി. അപ്പോൾ ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം തന്നെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചടിയിൽ നമ്മൾ കടുക് ചതച്ചിടും, പച്ചടിയിൽ ചിലപ്പോൾ കടുക് ഇടും, ചിലവർ കടുക് ഇടൂല. പിന്നെ അതുപോലെ ചില പച്ചടിക്കൊക്കെ നല്ല മധുരം ഉണ്ടാവും. അത് തന്നെയാണ് ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെച്ചിങ്ങനെ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മൾ പാനിൽ വെച്ചിട്ട് ഒന്ന് കടുക് താളിക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഞാൻ ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കടുകൊന്ന് പൊട്ടി വരണ വരെ, മുളകൊന്ന് മൂത്ത് വരണ വരെ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെള്ളരിക്കായ കിച്ചടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, ഓയിലൊന്നും പറ്റില്ല, സൺഫ്ലവർ ഒന്നും പറ്റില്ല. വെളിച്ചെണ്ണ ആയാൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇപ്പം തന്നെ ഞാൻ ഇളക്കില്ല, അതായത് അതൊന്ന് മൂടി വയ്ക്കും. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതൊന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടി എടുക്കില്ല. അപ്പോൾ മാത്രമേ ഞാൻ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കുള്ളൂ. ഇത് ഇവിടെ ഒരു 15 മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ ഒന്ന് മൂടി വെക്കാറുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഫ്ലേവറും മണമൊക്കെ ശരിക്കും അതിലേക്കൊന്ന് ഇറങ്ങി കിട്ടും. അപ്പോൾ ഞാനൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കാറായി ഇപ്പോൾ ഞാൻ വന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതെല്ലായിടത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വെള്ളരിക്കായ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളരിക്കായ മാത്രമൊന്നുമല്ല, നമുക്ക് കുമ്പളങ്ങ ആയാലും അതുപോലെ തന്നെ ബീട്രൂട്ട് ആയാലും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ ഈസി ആയിട്ട് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും അധികം എരിവൊന്നും ഉണ്ടാവില്ല, ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ.